أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين ومن اتبعهم إلى يوم الدين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹം നിറഞ്ഞ എൻ്റെ ശ്രദ്ധ ശ്രമിക്കുന്ന ശ്രോതാക്കളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നത്തെ നമ്മുടെ ഈ 18ാമത്തെ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിനൊരു തുടർച്ച എന്നോണം അള്ളാഹുവിനെ സ്തുതിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്യുന്ന വചനങ്ങളാണ് നമ്മൾ പരാമർശിക്കാനുള്ളത്. അതിന് മുന്നായി നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ ഒരു ചെറിയ 2 പ്രാർത്ഥനകൾ നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ അത് നമ്മൾക്ക് കവചമായിരിക്കും. അതായത് നമസ്കാരത്തിൽ പ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്, നമ്മൾ നമസ്കരിക്കുകയാണെങ്കിൽ പിശാചി പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ്, അവൻ എങ്ങനെയെങ്കിലും അവൻ്റെ കർമ്മങ്ങൾ നിഷ്ഫലമാക്കുക അല്ലെങ്കിൽ ചെയ്യുന്ന കർമ്മത്തിന് പ്രതിഫലം കുറക്കുക. ഇപ്പോൾ നമസ്കരിക്കണ്ട എന്ന് പറഞ്ഞാൽ നമ്മളാരും അനുസരിക്കില്ല, നമസ്കരിക്കും. എന്നാൽ പിന്നെ ആ നമസ്കരിക്കുന്നതിൻ്റെ പ്രതിഫലം എങ്ങനെ എത്രത്തോളം കുറച്ച് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതിനാണ് ആ പിശാചി ശ്രമിക്കുക. അതായത് നമ്മളെ ഹൃദയത്തെ നമസ്കാരത്തിൽ നിന്ന് എടുത്തു കളയുക, വേറെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോവുക. പലപ്പോഴും നമ്മൾ നിസ്കരിക്കാൻ നിന്നാൽ പലവിധ ചിന്തകളും നമുക്ക് വരാറുണ്ട്. നമ്മളെ ഹൃദയത്തിൽ നിന്ന് നമസ്കാരത്തിൽ നിന്ന് ഹൃദയത്തെ തെറ്റിക്കുന്ന പല ചിന്തകളും നമുക്ക് വരാറുണ്ട്. അത് പിശാചിൻ്റെ പ്രവർത്തനമാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പിശാചിൻ്റെ ഈ പ്രവർത്തനത്തിൽ നമ്മൾ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുക. അതാ സൂറത്തുൽ മുഅ്മിനീനിലെ 97-ാമത്തെയും 98-ാമത്തെയും വചനമാണ്. റബ്ബി അഊദു ബിക മിൻ ഹമദാത്തി ശൈത്താൻ, എൻ്റെ റബ്ബെ പിശാചുക്കളുടെ ദുർബോധനങ്ങളിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചേർത്തിടുന്നു. അതുമാതിരി 98-ാമത്തെ വചനം വഅഊദു ബിക റബ്ബി അൻ യഹ്ളറൂൻ, അവൻ എൻ്റെ അടുത്ത് സന്നിധരാകുന്നതിൽ നിന്ന് റബ്ബെ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്നുള്ള ഒരു പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുക. ഒരു പരിധിവരെ നമ്മളെ ചിന്തകളെ ഹൃദയങ്ങളെ നമസ്കാരത്തിനെ പിടിച്ചു നിർത്താൻ ഇത് കഴിഞ്ഞേക്കും. ഇൻഷാ അല്ലാഹ് അതൊന്ന് ശ്രമിച്ചു നോക്കുക. നമ്മൾ നമസ്കാരത്തിൽ ഫാത്തിഹയും സൂറത്തും ഓതിയതിന് ശേഷം നമ്മൾ റുക്കൂ ചെയ്യുന്നുണ്ട്. റുക്കൂയിൽ നമ്മൾ സുബ്ഹാന റബ്ബിൽ അളീം എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അത് നമ്മൾ ചെറുപ്പം മുതലേ പഠിച്ചു വന്ന ഒരു പ്രാർത്ഥന എന്ന നിലക്ക് അത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മഹാനായ റബ്ബ് എത്ര പരിശുദ്ധൻ, സുബ്ഹാന റബ്ബിൽ അളീം, മഹാനായ എൻ്റെ റബ്ബ് എത്ര പരിശുദ്ധൻ എന്നാണ് അതിൻ്റെ ആശയം. എന്നാൽ അതിൻ്റെ അപ്ഡേഷനായിട്ട് ഒരുപാട് പ്രാർത്ഥനകൾ വേറെയുണ്ട്, അതൊന്നും നമ്മൾ ശ്രദ്ധിക്കലില്ല. എത്ര അർത്ഥവത്തമായ മനോഹരമായ പ്രാർത്ഥനകൾ വേറെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അതിലൊന്നാണ് അല്ലാഹുമ്മ ലക റകഅതു വബിക ആമൻതു വബിക അസ്ലംതു ഖശഅലക സംഇ വബശരി വമുഖി വഅളമി വഅസബി വമസ്തഖല്ലത്ത് ബിഹി ഖദമി ലില്ലാഹി റബ്ബിൽ ആലമീൻ. വളരെ മനോഹരമായ പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ലക റകഅതു, അല്ലാഹുവേ നിനക്ക് ഞാൻ റുക്കൂ ചെയ്തിരിക്കുന്നു. വബിക ആമൻതു, നിന്നിൽ വിശ്വസിച്ചുകൊണ്ട്. വബിക അസ്ലംതു, നിന്നെ അനുസരിച്ചുകൊണ്ട്. ഖശഅലക സംഇ, എൻ്റെ കേൾവി നിന്നെ ഭയപ്പെട്ടുകൊണ്ട് നിനക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. എൻ്റെ ബസറി, എൻ്റെ കാഴ്ചയും. വമുഖി, എൻ്റെ മജ്ജയും. വഅളമി, എൻ്റെ എല്ലുകളും. വമസ്തഖല്ലത്ത് ബിഹി ഖദമിയ ലില്ലാഹി റബ്ബിൽ ആലമീൻ, എൻ്റെ കാൽപാദങ്ങൾ മുകളിലെല്ലതും നിനക്ക് ഭയപ്പെട്ടുകൊണ്ട് കീഴ്പ്പെട്ടിരിക്കുന്നു എന്നാണ് ആ പ്രാർത്ഥനയുടെ സാരം. അപ്പോൾ അങ്ങനെ സാരം മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അത് മനസ്സിന് വലിയൊരു സമാധാനമായിരിക്കും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ആശയം ഉൾക്കൊണ്ട് നമ്മൾ പറയുമ്പോൾ ഒരു പരിധിവരെ നമ്മളെ ഹൃദയത്തെ നമസ്കാരത്തിൽ തന്നെ പിടിച്ചു നിർത്താൻ കഴിയും. അതിലൂടെ നമുക്ക് നമസ്കാരത്തിൻ്റെ പ്രതിഫലം വർദ്ധിപ്പിച്ച് കിട്ടാനും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുമാതിരി ഇഅ്തിദാൽ സമി അല്ലാഹു ലിമൻ ഹംദ് എന്ന് ഇമാം പറയുമ്പോൾ റബ്ബനാ ലക്കൽ ഹംദ് എന്ന് നമുക്ക് പറയാം. പിന്നെ റബ്ബനാ ലക്കൽ ഹംദ് മിൽ അസ്മാവാതി വമിൽ അർദി വമിൽ മാ ശൈത മിൻ ഷൈഇൻ ബഅദ എന്നാണ് നമ്മൾ സാധാരണ ചെറുപ്പം മുതൽ പഠിച്ചു വരുന്നത്. അതിലുണ്ട് ഒരുപാട് അപ്ഡേഷനുള്ള പ്രാർത്ഥനകൾ.
അതിലൊന്നാണ് റബ്ബനാ ലക്കൽ ഹംദ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി. പരിശുദ്ധവും അനുഗ്രഹീതമായ ധാരാളം സ്തുതികൾ അള്ളാഹുവിനാകുന്നു എന്ന് നമ്മൾ നമസ്കാരത്തിൽ ഏത്തിദാലിൽ പറയാം. റബ്ബനാ ലക്കൽ ഹംദ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി. പരിശുദ്ധവും അനുഗ്രഹീതവുമായ ധാരാളം സ്തുതികൾ. അങ്ങനെ അതല്ലെങ്കിൽ ഇതുവരെ നമ്മൾ പഠിച്ചിരുന്ന റബ്ബനാ ലക്കൽ ഹംദ് മിൽ അസ്മാവാതി വമിനൽ അർളി വമിൽ മാ ശൈത മിൻ ഷൈഇൻ ബഅദ എന്ന പ്രാർത്ഥനയും അതുപോലെ ഒരുപാട് പ്രാർത്ഥനകൾ ഏത് വേണമെങ്കിലും നമുക്ക് ഓരോ നമസ്കാരത്തിനും നമുക്ക് വേറെ പ്രാർത്ഥനകളായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഓരോന്ന് മാറ്റി വരുമ്പോൾ അതിൻ്റെ ആശയം ഉൾക്കൊള്ളുമ്പോൾ നമുക്ക് ഭയഭക്തിയും നമ്മളെ ഹൃദയത്തെ നിസ്കാരത്തിൽ പിടിച്ചിരുത്താനും ഒരു പരിധി വരെ കഴിയും ഇൻഷാ അല്ലാഹ്. അങ്ങനെ നമ്മൾ സുജൂദിൽ പോകുമ്പോൾ സുബ്ഹാന റബ്ബിൽ അലാ, അത്യുന്നതനായ എൻ്റെ റബ്ബ് പരിശുദ്ധനാകുന്നു. സുബ്ഹാന റബ്ബിൽ അലാ, സുബ്ഹാന റബ്ബിൽ അലാ, അത്യുന്നതനായ എൻ്റെ റബ്ബ് പരിശുദ്ധവാനാകുന്നു. അവിടെയുണ്ട് ഒരുപാട് പ്രാർത്ഥനകൾ, വേറെയുമുണ്ട്. അപ്പോൾ അതും നമ്മൾക്ക് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ആശയം ഉൾക്കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ വലിയ ഗുണമുണ്ടാവും. ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. പിന്നെ തന്നെയല്ല, സുജൂദിലാണ് നമുക്ക് ഏറ്റവും അള്ളാഹുവിനോട് നമ്മൾ അടുക്കുന്നത്. അവിടെ വെച്ച് നമ്മളെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കാം. ഇപ്പോൾ നമ്മളെ രണ്ട് സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ നമ്മൾക്ക് പഠിക്കാനുണ്ട് ഒരു പ്രാർത്ഥന. അതൊക്കെ നമ്മളെ ഐഹിക ജീവിതത്തിന് വേണ്ടി ചോദിക്കുന്ന കാര്യങ്ങളാണ്. ആ പ്രാർത്ഥനയാണ് ഇവിടെ നമ്മൾ ബോർഡിൽ എഴുതിയിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ് ഹിദ്ന സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞപ്പോൾ അതൊരു ഫേറിൽ അംറാണ്, ഒരു കൽപ്പനാക്രിയയാണ്. കൽപ്പനാക്രിയ എന്ന് പറയുമ്പോൾ ഒരാളോട് പറയുമ്പോൾ നമുക്ക് കൽപ്പനാക്രിയ എന്ന് പറയാം. പക്ഷെ അള്ളാഹുവിനോടാകുമ്പോൾ അള്ളാഹുവിന് ആവശ്യപ്പെടുകയാണ്. അള്ളാഹുവിനോട് നമ്മൾ ആവശ്യപ്പെടുകയാണ്. ഇപ്പോൾ അള്ളാഹു പറഞ്ഞല്ലോ, നമസ്കാരം രണ്ട് ഭാഗമായി തിരിച്ചിട്ടുണ്ട്. ഒന്ന് എനിക്കുള്ളതും ഒന്ന് അടിമക്കുള്ളതുമാണ്. ഇത്തരം നല്ല നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കുകയും പ്രകീർത്തിക്കുകയും ഖുർആൻ പാരായണം ഒക്കെ ചെയ്തിരുന്നു. ഇനി നമ്മളോർക്ക് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി പോവുകയാണ്. അതിലാണ് ഫിൽ അംറ് കടന്നു വരുന്നത്. ഫിൽ അംറ് നമ്മൾ പറഞ്ഞ് സാധാരണ ഒരാളോട് കൽപ്പിക്കാൻ വേണ്ടി പറയുമ്പോഴാണ് ഫിൽ അംറ് എന്ന് പറയാം. നേരെ പക്ഷേ അള്ളാഹുവിനോടാകുമ്പോൾ ആവശ്യപ്പെടുകയാണ് അല്ലെങ്കിൽ യാചിക്കുകയാണ്. എന്താണ് ആ പ്രാർത്ഥന? നമ്മളെല്ലാവർക്കും പരിചയമുള്ള പ്രാർത്ഥനയാണ്. അല്ലാഹു മഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. അപ്പോൾ നമ്മൾ ഇതിൽ ബോർഡിൽ എഴുതിയിട്ടുണ്ട് ഫഅല യഫ്അലു ഇഫ്അൽ. ഒരു പ്രവൃത്തി, ഫഅല എന്ന് പറഞ്ഞൊരു മാളിയാണ്, കഴിഞ്ഞ കാല പ്രവൃത്തിയാണ്. യഫ്അലു എന്ന് പറഞ്ഞാൽ വർത്തമാനകാല ക്രിയയാണ്. അതിന് ഇഫ്അൽ എന്ന രൂപത്തിൽ കൊടുന്നാൽ ഫിൽ അംറായി, അല്ല കൽപ്പനാക്രിയ. ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പറയാം, അല്ലെങ്കിൽ ആവശ്യപ്പെടുക. അള്ളാഹുവിനോടാകുമ്പോൾ ആവശ്യപ്പെടുക അല്ലെങ്കിൽ യാചിക്കുക എന്നൊക്കെ പറയാം. അള്ളാഹുവിനോടാകുമ്പോൾ ആ ഒരു രൂപത്തിൽ കൊടുന്നാൽ, ഒരു ഫീലിനെ ഇഫ്അൽ എന്ന രൂപത്തിൽ കൊടുന്നാൽ ആവശ്യപ്പെടലായി. ഒന്നാമത്തെ ഗഫറ. ഗർഫറ എന്ന് പറഞ്ഞാൽ അവൻ പൊറുത്തു എന്നാണ്, അവൻ പൊറുത്തു. അതിൻ്റെ മുളാരി എന്താണ്? യഗ്ഫിറു, അവൻ പൊറുക്കുന്നു. യഗ്ഫിർ എന്ന് പറഞ്ഞാൽ നീ പൊറുക്ക് റബ്ബേ. പൊറുക്കാൻ വേണ്ടി പറയുന്നത് ആരോടാണ്? റബ്ബിനോടാണല്ലോ. പൊറുക്ക്, നീ പൊറുത്തതായോ എന്ന് പറയുവാൻ വേണ്ടിയിട്ടാണ് ഇഫ്അൽ എന്ന രൂപത്തിൽ ഗഫറ യഗ്ഫിറു. യഗ്ഫിർ ഗഫറ അവൻ പൊറുത്തു, യഗ്ഫിറു അവൻ പൊറുക്കുന്നു. യഗ്ഫിർ നീ പൊറുക്ക് എന്ന രൂപത്തിൽ വരുമ്പോഴാണ് അത് ഫിൽ അംറായി വരിക. അള്ളാഹുവിനോടാകുമ്പോൾ അള്ളാഹുവിനോട് ആവശ്യപ്പെടുക. നമ്മളെ നിസ്കാരത്തിൽ നമ്മൾ അള്ളാഹുവിനോട് ആവശ്യപ്പെടുകയാണ്. ഇയ്യാക്ക നഅ്ബുദു വ ഇയ്യാക്ക നസ്തഈൻ. അള്ളാഹുവേ, നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നതെന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പോൾ അള്ളാഹു പറഞ്ഞെന്താണ്? ആദാ ബൈനി വ ബൈന അബ്ദി, ഇത് എൻ്റെയും എൻ്റെ അടിമയുടെയും ഇടയ്ക്കുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ നേരിട്ട് അള്ളാഹുവിനോട് പറയുകയാണത്. ആ നമസ്കാരത്തിൽ നമ്മൾ അള്ളാഹും നമ്മളുമായിട്ട് സംസാരിക്കുകയാണ്.
അപ്പോൾ ഇതും അങ്ങനെ തന്നെയാണ്. നമ്മൾ സംസാരിക്കണം, അള്ളാഹുവിനോട് സംസാരിക്കണം, അള്ളാഹുവിനോട് ചോദിക്കണം നമ്മൾ, അള്ളാഹു മഫർലി. അപ്പോൾ നമ്മൾ പറഞ്ഞ് ഗഫറ യഗ്ഫിർ ഇഫിർ എന്നാണ്. അത് ഇല്ല ഇഫിർ എന്ന് പറഞ്ഞാൽ ഫിൽ അമ്രിൻ്റെ രൂപം ഇഫിർ എന്നാണ്. അതിന് ശേഷം ഒരു ലാ എന്ന് പറഞ്ഞാൽ ലാം എന്തിന് ലി എന്നുള്ളത് എന്തിനാണ്? ക്ക് ന് എന്തൊക്കെ അർത്ഥം കിട്ടാൻ വേണ്ടി ലി ഉപയോഗിക്കുക. അതിൻ്റെ ശേഷം ഒരു മുത്തക്കല്ലിമിൻ്റെ യാ ഉണ്ട്. യാ എന്തിനുള്ളതാണ്? ഞാൻ, എന്നെ, എനിക്ക്, എൻ്റെ എന്ന എല്ലാ അർത്ഥം അതിൽ കിട്ടും. അങ്ങനെ ആ ഗഫറിൻ്റെ കൂടെ ലി, അതിൽ കൂടെ യായും കൂട്ടി ചേർത്തപ്പോഴാണ് അള്ളാഹു മഗ്ഫിർ ലീ. നമ്മൾ പറയില്ലേ രണ്ട് സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ അള്ളാഹു മഗ്ഫിർ ലീ റബ്ബേ എനിക്കിനി പുറത്തു തരണമേ, അള്ളാഹു എനിക്കിനി പുറത്തു തരണമേ എന്നുള്ള പദം അതങ്ങനെയാണ് വരുന്നത്. ഗഫറ എന്ന പദത്തിൽ നിന്നാണ് വരുന്നത്. അതിൻ്റെ മുദാരി യഗ്ഫിറു എന്നാണ്. അതിൻ്റെ ഫിൽ അംർ ഇഫ്അൽ എന്നാണ്. ഇഫ്അലിൻ്റെ കൂടെ ഒരു ലീ എന്ന് പറഞ്ഞാൽ ക്ക് ന് എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ് ലീ അല്ലെങ്കിൽ ലീ എന്ന ജെറിൻ്റെ അർഫ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു മുത്തക്കല്ലിമിൻ്റെ യാവും കൊടുന്ന്. അപ്പോൾ ഗഫിർ ലീ റബ്ബേ എനിക്കിനി പുറത്തു തരണമേ. അപ്പോൾ ഈ മുത്തക്കല്ലിമിൻ്റെ യായിന് ഒരു പ്രത്യേകത ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? അതിൻ്റെ മുന്നിൽ വരുന്ന അക്ഷരങ്ങൾ യാവോ അലിഫോ അല്ലാത്ത അക്ഷരങ്ങൾ വരികയാണെങ്കിൽ കിസ്റായി വരണമെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ലീ എന്നുള്ള വന്നിട്ടുള്ളത്. ഗഫിർ ലീ എനിക്കിനി പുറത്തു തരണമേ എന്ന് പറയുന്നത്. അപ്പോൾ അള്ളാഹു മഗ്ഫിർ ലീ റബ്ബേ എനിക്കിനി പുറത്തു തരണമേ. രണ്ടാമത് റഹിമ എന്ന പദമാണ്. റഹിമ എന്ന് പറഞ്ഞാൽ കരുണ ചെയ്തു എന്നാണ്. റഹിമ അതിൻ്റെ മുദാരി ഇർഹമു, ഇർഹം ഇഫ്അൽ എന്ന രൂപത്തിൽ വരുമ്പോൾ ഇർഹം നീ കരുണ ചെയ്യ് എന്നാണ്. അതിൻ്റെ കൂടെ ഒരു നൂനാണ് കെടുക്കുന്നത്. അതിന് ശേഷം മുത്തക്കല്ലിമിൻ്റെ യാവുണ്ട്. അപ്പോൾ ഈ നൂന് വരാനുള്ള കാരണം നമ്മൾ പറഞ്ഞ് യാൻ്റെ മുന്നിൽ മുത്തക്കല്ലിമിൻ്റെ യാവും മുന്നിൽ ആര് വരികയാണെങ്കിലും അലിഫോ യാവോ അല്ലാത്ത ആര് വരികയാണെങ്കിലും കിസ്റായി വരണം എന്നുള്ള നിയമമുണ്ട്. അപ്പോൾ ഇർഹം എന്നുള്ളത് ഒരു മബ്നിയായ കലിമത്താണ്, അതിന് മാറ്റാൻ പറ്റില്ല. അപ്പോൾ ഈ ഇർഹം എന്നുള്ള പദം മാറാനും തയ്യാറില്ല, മുത്തക്കല്ലിമിൻ്റെ യാ സ്വീകരിക്കുമില്ല. അങ്ങനെയുള്ള പ്രശ്നം വരുമ്പോഴാണ് ഒരു നൂന് പ്രശ്ന പരിഹാരത്തിനായിട്ട് കടന്നു വരുന്നത്. അങ്ങനെയാണ് ആ നൂന് അവിടെ വരുന്നത്, അല്ലാതെ ഇതിലുള്ള പദമല്ല. ഈ ഒരു പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയിട്ട്, അതായത് യാവിൻ്റെ നിബന്ധനയാണ് യാവോ അലിഫോ അല്ലാത്ത ആര് വരികയാണെങ്കിലും എൻ്റെ മുന്നിൽ വരികയാണെങ്കിൽ കിസ്റായി വരണം എന്നുള്ളത്. പക്ഷേ ഇർഹം എന്നുള്ളത് ഒരു ഇറാബ് മാറ്റാൻ പറ്റാത്ത ഒരു പദമാണ്. മബ്നിയായ കലിമത്ത് എന്ന് പറയും. അതിന് മബ്നിയായ കലിമത്തിന് ഇറാബ് മാറ്റാൻ പറ്റില്ല. അപ്പോൾ ഈ രണ്ടുപേരുടെയും ഒരു പരിഹാരത്തിനാണ് ഈ ഒരു നൂന് കടന്നു വന്നിട്ട് നൂനിന് കിസ്റായിട്ട് സ്വീകരിച്ചുകൊണ്ട് ആ നൂന് അവിടെ വരുന്നത്. അതാണ് ഇർഹം നീ എനിക്കിനി എന്നോട് നീ കരുണ ചെയ്യണമേ. അപ്പോൾ ഫർലി എനിക്ക് പുറത്തു തരണമേ, ഇർഹം നീ എന്നിനോട് കരുണ ചെയ്യണമേ. അതുപോലെ തന്നെയാണ് അല്ലാഹു മഗ്ഫിർലി വറഹംനി വജ്ബുർനി ജബറ എന്ന പദത്തിൽ നിന്നാണ് വരുന്നത്. ജബറ എന്ന് പറഞ്ഞാൽ കുറ്റങ്ങൾ നികത്തുക, പോരായ്മകൾ നികത്തുക, കുറവുകൾ നികത്തുക എന്നൊക്കെയാണ് ജബറ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ മുദാരിയാണ് യജ്ബുറു. അതിൻ്റെ ഫീൽ അംർ യജ്ബുർ. അതും അങ്ങനെ ഈ മബ്നിയായ കലിമത്താണ്. അതിൻ്റെ ശേഷം നൂന് കടന്നു വന്നിട്ട് അവിടെ നിന്ന് കൊടുത്ത് അങ്ങനെയാണ് കിസ്ർ ചെയ്തിരുന്നത്. വജ്ബുർ നീ എൻ്റെ കുറവുകൾ നികത്തി തരണമേ. അപ്പോൾ വജ്ബുർ നീ എന്ന് പറഞ്ഞാൽ എൻ്റെ കുറവുകൾ അല്ലെങ്കിൽ എൻ്റെ പോരായ്മകൾ നികത്തി തരണമേ എന്ന് നമ്മൾ അള്ളാഹുവിനോട് നേരിട്ട് പറയാണ്. കാരണം മുനാജാത്താണ്, അള്ളാഹുവും നമ്മളുമായുള്ള രഹസ്യ സംഭാഷണമാണ്, മെഹറാജാണ്, അള്ളാഹുവിനോട് സംസാരിക്കാനുള്ള സന്ദർഭമാണ് നമ്മൾ നിസ്കാരത്തിൽ. അതുപോലെ റഫ എന്ന് പറഞ്ഞാൽ ഉയർത്തി എന്നാണ്. അതിൻ്റെ മുദാരിയാണ് ഇർഫാഉ. അതിൻ്റെ ഫിൽ അംറാണ് ഇർഫാ. അതും ഇർഫാനി എന്നെ നീ ഉയർത്തണമേ, എന്നെ ഉയർത്തണമേ, എൻ്റെ പദവി ഉയർത്തണമേ എന്നുള്ള ആശയമാണ് അതിൽ വരിക. അപ്പോൾ ബിഫർലി വറഹംനി വജ്ബുർനി വറഫാനി എനിക്ക് നീ പുറത്തു തരണമേ, എന്നോട് കരുണ ചെയ്യണമേ, എൻ്റെ കുറവുകൾ നീ നികത്തണമേ, എന്നെ നീ ഉയർത്തണമേ. പിന്നെ
വർസുക്കിനി റസക്ക എന്ന പദത്തിലാണ് വർസുക്ക് വരുന്നത്. റസക്ക എന്ന റിസ്ക് നൽകി അല്ലെങ്കിൽ നൽകി എന്നുള്ള അർത്ഥത്തിലാണ്. റസക്ക എർസുക്കു, അതിന് മുതാരി എർസുക്കു, അതിൻ്റെ ഫിൽ അംറ് ഇർസുക്ക്, റിസുക്ക്, ഇതിന് റിസ്ക് നൽകുക. അതും അതുപോലെ തന്നെ റിസുക്ക് എന്ന് പറഞ്ഞാൽ മബനിയായ കലിമത്താണ്. അതിൻ്റെ ശേഷം നൂന് വന്നിട്ട് നിന്ന് കൊടുത്തിട്ടാണ് മുത്തക്കല്ലിമിൻ്റെ യാ അതിൽ ചേർത്തത്. അപ്പോൾ ഒർസുക്കിനി, എനിക്ക് റിസ്ക് നൽകണമേ. റബ്ബി ഗഫർലി വർഹംനി വജ്ബുർനി വർഫാനി വർസുക്കിനി. പിന്നെ അടുത്ത് ഹദ യഹ്ദി, അതാണ് നമ്മൾ ഫാത്തിഹയിൽ പറഞ്ഞത്. യഹ്ദി, ഹദ എന്ന് പറഞ്ഞാൽ ഹിദായത്ത് നൽകി, യഹ്ദി ഹിദായത്ത് നൽകുന്നു, ഇഹ്ദി ഹിദായത്ത് നൽകു, ഹിദായത്തിലാക്കി തരണമേ. അള്ളാഹുവിനോടാകുമ്പോൾ അവർ യാചിക്കുകയാണ്, അല്ലെങ്കിൽ ആവശ്യപ്പെടുകയാണ്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം നമ്മൾ ഫാത്തിഹയിൽ നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ ഇഹ്ദി വഹ്ദിനി, എനിക്കിനി ഹിദായത്ത് നൽകണമേ, ഹിദായത്തിലാക്കണമേ എന്നൊക്കെ അതിന് അർത്ഥം കിട്ടും. അടുത്തതാണ് ആഫിനി. ആഫിനി എന്ന് പറഞ്ഞാൽ സൗഖ്യം നൽകുക, രോഗമില്ലാത്ത അവസ്ഥ ഉണ്ടാക്കി തരിക. ആഫിനി, എനിക്ക് രോഗമില്ലാത്ത അവസ്ഥ ഉണ്ടാക്കി തരണമേ, എൻ്റെ പിന്നെ ആരോഗ്യത്തോടെ കൂടെ ജീവിപ്പിക്കണമേ എന്നുള്ള ആശയത്തിനാണ് ആഫിനി എന്ന് പറയാം. അപ്പോൾ രണ്ട് സുജൂദിൻ്റെ ഇടയ്ക്കുള്ള പ്രാർത്ഥനയാണ് നമ്മളിത്. നമ്മളെല്ലാ ആവശ്യങ്ങളും നമ്മൾ ആവശ്യപ്പെടുകയാണ്. അതുമാതിരി സുജൂദിൽ നമുക്ക് ഇതുള്ള അറബിയിലുള്ള പദങ്ങൾ ഉപയോഗിച്ചിട്ട് ഒറ്റക്ക് നമസ്കരിക്കുമ്പോഴോ അല്ലെങ്കിൽ സുന്നത്ത് നമസ്കാരങ്ങളിലോ ഒക്കെ നമ്മൾ ആവശ്യങ്ങളൊക്കെ അള്ളാഹുവിനോട് മുന്നിൽ നിർത്താൻ പറ്റുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അതിലെല്ലാം പ്രയത്നിച്ച് പഠിച്ച് മനസ്സിലാക്കി ഈ ദുആകളൊക്കെ സുജൂദിലും ഇരുത്തത്തിലും നമസ്കാരത്തിലൊക്കെ അതിൽ തന്നെ അത്തഹിയാത്തിലും നമുക്കത് പ്രാർത്ഥന ചെല്ലാനുണ്ട്. അപ്പോൾ ഈ പ്രാർത്ഥന ഇനി ഒന്നിൽ നമ്മൾ ചെല്ലുമ്പോൾ അതിൻ്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് റബ്ബി ഗഫർലി, പുറത്തു തരണമേ, വർഹംനി, കരുണ ചെയ്യണമേ, വജ്ബുർനി, കുറവുകൾ നികത്തണമേ, വർഫാനി, എന്നെ ഉയർത്തണമേ, വർസുക്കിനി, എനിക്കിന് റിസ്ക് നൽകണമേ, വഹ്ദിനി, എനിക്കിന് ഹിദായത്തിലാക്കണമേ, വാഫിനി, എൻ്റെ എല്ലാ രോഗങ്ങളും ഷിഫാക്കി തരണമേ, ആരോഗ്യമുള്ള അവസ്ഥയിലാക്കി തരണം. ആഫിനി തന്നെ ആരോഗ്യമുള്ള അവസ്ഥയിലാക്കി തരിക. ഇത്രയും ഈ ദുആകൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നമ്മൾ നമസ്കാരത്തിൽ ഒക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഇത് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഒരു പരിധിവരെ നമ്മളെ ഹൃദയത്തെ നമസ്കാരത്തിൽ തന്നെ പിടിച്ചു നിർത്താൻ കഴിയും ഇൻഷാ അല്ലാഹ്. അതിനുവേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു നമുക്ക് ഹിദായത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളെല്ലാ ദോഷങ്ങളും പുറത്തു തന്ന് അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. പഠിക്കുവാനുള്ള മനസ്സും കാര്യങ്ങളും എളുപ്പമാക്കി തന്ന് അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.